ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട് അതിൻ്റെ അൺബോക്സിംഗ് ആണ് കേട്ടോ. ഇവിടെ ഇലക്ട്രോണിക്സ് ഒക്കെ വിൽക്കുന്ന മെയിൻ ആയിട്ടുള്ളൊരു ഷോപ്പാണ് കേട്ടോ കറീസ്. അപ്പോൾ കറീസിൻ്റെ സൈറ്റിൽ നിന്നാണ് നമ്മളിതൊക്കെ ഓർഡർ ചെയ്തത്. പിന്നെ നമ്മൾ എല്ലായിടത്തും പോകുമ്പോൾ NHSൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. സാധാരണ എല്ലാ സ്ഥലങ്ങളിലും NHS സ്റ്റാഫിന് എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയും കിട്ടിയാലും നമുക്കൊരു 5% ഓഫ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് വാങ്ങിച്ചത് ഒരു അവനും കെറ്റിലും ഒരു ടോസ്റ്ററും ആണ് കേട്ടോ. എല്ലാ വീടുകളിലും ബേസിക്സ് ആയിട്ട് ഉണ്ടാകുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. നമ്മൾ ഇന്നപ്പോ അതങ്ങോട്ട് ഫില്ല് ചെയ്തു. അവൻ സാംസങ്ങിന്റെയും ടോസ്റ്ററും കെറ്റിലും ബോച്ച് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ ആണ് കേട്ടോ. മിക്ക ദിവസങ്ങളിലും ബ്രേക്ക്ഫാസ്റ്റ് ടോസ്റ്റ് ആയതുകൊണ്ട് ടോസ്റ്റർ ഇല്ലാത്തൊരു ജീവിതം ഉപ്പില്ലാത്ത ചോറ് പോലെ ആയിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതങ്ങോട്ട് കുറച്ച് മാറിക്കിട്ടി. നമുക്കിനി മെയിനായിട്ട് കിച്ചണിലേക്ക് വരേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജാണ്. ഹീറ്റർ ഓൺ ആക്കിയില്ലെങ്കിൽ ഏകദേശം കിച്ചണിൻ്റെ അകത്ത് നമുക്ക് ഫ്രിഡ്ജിന്റെ ടെമ്പറേച്ചർ ആയതുകൊണ്ട് പിന്നെ ഫ്രിഡ്ജ് ഇല്ലാത്തത് ഒത്തിരി അങ്ങോട്ട് അറിയുന്നില്ല. ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ പഴയത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ചീത്തയായിട്ടുണ്ടെങ്കിൽ അത് ഡിസ്കാർഡ് ചെയ്യേണ്ട തലവേദന ഓർത്തപ്പം അതെല്ലാം പുതിയത് തന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു സൈറ്റിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ നമ്മൾ തീരുമാനത്തിലെത്തിയത് കേട്ടോ. ഇനി അടുത്തെന്തെങ്കിലും ഓഫ് ഉള്ളപ്പോൾ നമുക്കൊന്ന് ചാരിറ്റി ഷോപ്പുകളിൽ വരെ പോകണം ഫർണിച്ചറുകളുടെ. അതാവുമ്പോൾ സെക്കൻഡ് ഹാൻഡ് ഫർണിച്ചറുകളൊക്കെ നമുക്ക് അവിടെ നിന്ന് എടുക്കാം കേട്ടോ. ഇലക്ട്രോണിക്സ് ആണെങ്കിലും ഫർണിച്ചറുകളാണെങ്കിലും കേടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗശൂന്യമായിട്ടുണ്ടെങ്കിൽ അത് ഡിസ്കാർഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അത് വലിയൊരു തലവേദന പിടിച്ച പരിപാടിയാണ് കേട്ടോ. നമ്മളതിന് പ്രോപ്പറായിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കണം, അവിടെ കൊണ്ടുപോകണം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പുതിയ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിന്റെ ഓൾഡ് സാധനങ്ങളുണ്ടെങ്കിൽ ഇത് ഡെലിവറി ചെയ്യാൻ വരുന്ന ആളുകൾക്ക് തന്നെ തിരിച്ചു കൊടുത്തു വിടാം. പക്ഷെ എന്ത് ഡിസ്കാർഡ് ചെയ്യുകയാണെങ്കിലും നമ്മളതിന് പ്രത്യേകം പൈസ അങ്ങോട്ട് കൊടുത്ത് വേണം ഡിസ്കാർഡ് ചെയ്യിപ്പിക്കാൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.